മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ രാത്രി 6:30 മുതൽക്ക് 9 മണിവരെ തൃശ്ശൂര്, ആലുവ, പറവൂർ റൂട്ടിലുള്ള ചൊവ്വല്ലൂർ ക്ഷേത്രത്തില് കഴിഞ്ഞ 31 വർഷങ്ങളായി നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ തുടർച്ചയായ 32ാം ഭാഗവത സപ്താഹ യജ്ഞം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള ഈ ഗ്രാമത്തിലെ ചൊവ്വല്ലൂർ ക്ഷേത്രത്തില് നടക്കുന്നതിൽ പ്രഭാഷണം നടത്താനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇന്നലെ രാത്രി 6:30 മുതൽക്ക് 9 മണിവരെ ആ പ്രഭാഷണം നടത്തിയപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്തൊരു അസാധാരണമായ അനുഭൂതിയായിരുന്നു ലഭിച്ചത്. 1997 മുതൽക്ക് 2014 വരെ ഒരു വർഷം ഒഴിച്ച് തുടർച്ചയായിട്ട് അഖില ഭാരത ഭാഗവത സത്രത്തില് പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയപ്പോഴെല്ലാം ഓരോ വർഷവും ഹൈന്ദവ ജനതയില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പ്രത്യക്ഷമായിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നലെ ആ പ്രദേശത്ത് ആ ക്ഷേത്രത്തില് ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഉണ്ടായ ജനക്കൂട്ടം അത് ചിന്താതീതമായിരുന്നു. രാത്രി തറക്കടില്ലാത്ത തണുപ്പത്ത് ആ ഗ്രാമത്തിലേക്ക് വളരെയധികമൊന്നും വാഹന സൗകര്യങ്ങളില്ല, വളരെയധികം അറിയപ്പെടുന്ന സ്ഥലവുമല്ല, വളരെയധികം പ്രസിദ്ധമായ ക്ഷേത്ര അങ്കണവുമല്ല, ചുറ്റുപാടും വളരെയധികം ദൈവഭക്തരും ഒന്നുമല്ല ഉള്ളത്. പിന്നെ അത്യന്താധുനിക പുരോഗതിയുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയില് ഇങ്ങനെ ഒരു ഭാഗവത സപ്താഹം നടത്തുകയാണെങ്കിൽ, ഭാഗവത സത്രം നടത്തുകയാണെങ്കിൽ അത് എപ്രകാരം വിജയിക്കുമെന്നെല്ലാം സംശയിച്ചിരുന്നൊരു സമൂഹത്തിന്റെ മുമ്പില് ഭാഗവത സപ്താഹമായിരുന്നു എങ്കിലും വൈകുന്നേരങ്ങളില് മറ്റു വിഷയങ്ങളാണ് 1.5-2 മണിക്കൂർ പ്രഭാഷണത്തിന് സബ്ജക്റ്റായിട്ട് കൊടുക്കാറുള്ളത് എന്നുള്ളത് കൊണ്ട് എനിക്ക് വൈകുന്നേരത്തെ പോപ്പുലർ സബ്ജക്റ്റായിട്ട് കിട്ടിയത് രാമായണത്തെക്കുറിച്ചാണ്. ആ രാമായണത്തെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായ വിധത്തിൽ വിവരിച്ച് ഓരോ പോയിന്റുകളായിട്ട് അവിടെ പറഞ്ഞ് ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തില് അക്ഷരാർത്ഥത്തില് 10,000-കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. ആ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്തതില് അനങ്ങാതെ, ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ അങ്ങനെ ഇരുന്ന മഹാസാഗരത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ തോന്നിയത് ഹൈന്ദവ ജനത എങ്ങനെയാണ് അവരുടെ ആ മൂലത്തിലേക്ക്, റൂട്ടിലേക്ക്, പൈതൃക നന്മയിലേക്ക് തിരിച്ചു വരുന്നത് എന്നതാണ് അവിടെ കണ്ടത്. അസാധാരണമാം വിധത്തിൽ യുവാക്കളും യുവതികളും ഉണ്ടായിരുന്നു. ബാക്കി 90% മധ്യവയസ്കരായിരുന്നു. ഭാഗവതവും രാമായണവുമെല്ലാം പ്രായമായവർക്ക് മോക്ഷത്തിലേക്ക് പോകാനാണെന്നുള്ള ധാരണയെയെല്ലാം അടിമുടി മാറ്റിക്കൊണ്ട്
ഇന്നത്തെ അത്യന്താധുനിക ജീവിതത്തില് മാനവരാശിക്ക് ഭൗതികമായിട്ട് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് കുറെ കൂടി ധന്യത നൽകാനായിട്ട് നമ്മളുടെ പൈതൃകത്തിലെ ഉജ്ജ്വലങ്ങളായ സന്ദേശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണം എന്ന് പറയുകയും ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവർക്കെല്ലാം അത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നത്. ആ 2.5 മണിക്കൂർ ക്ലാസ്സിലും എനിക്ക് ഉറപ്പുണ്ട്, അതിനു മുമ്പും എനിക്ക് ഉറപ്പുണ്ട്, അതിനുശേഷം ഇന്ന് മുതൽക്കുള്ള പ്രഭാഷണങ്ങളിലും ആയിരങ്ങൾ പങ്കെടുക്കാതിരിക്കില്ല, ആയിരങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും. അത്രയും ഉത്കടമായ ഒരാഗ്രഹം ഹൈന്ദവ ജനതയുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നതിൻ്റെ പ്രത്യക്ഷമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനതയും അവിടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഏവർക്കും ഹൃദയഹാരിയാണ്, ഉജ്ജ്വലമാണ്. അനവധി മുസ്ലിങ്ങൾ, ആ പ്രദേശത്ത് മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവാണ്. അനവധി മുസ്ലിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കാൻ വേദിയുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായത് ഇടത്തോട്ട് മുണ്ടെടുത്ത് ഇരിക്കുന്ന കാഴ്ച കണ്ട് ഞാൻ തന്നെ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇങ്ങനെ കുറെ മുസ്ലിങ്ങൾ മുമ്പിൽ അത് കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട് എന്ന്. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടുകയും ചെയ്തു. ആ ഭാഗവത സത്രം ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ ഒരു മുസ്ലിം മന്ത്രിയും ഒരു ഹിന്ദു മന്ത്രിയുമാണ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ പൈതൃകത്തെ നന്മ നിറഞ്ഞ രീതിയിൽ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടവരെടുക്കുമെന്ന ഒരു ഉജ്ജ്വല സന്ദേശം പ്രായോഗിക തലത്തിൽ അവിടെ കാണേണ്ടായി. ആയിരക്കണക്കിന് യുവാക്കളാണ് വോളണ്ടിയർമാരായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടത്. ശരിക്കും 24 മണിക്കൂറും അവിടെ വോളണ്ടിയർമാരുണ്ട്. ആ വോളണ്ടിയർമാർ ഒന്നും തന്നെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലോ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല അവർ വോളണ്ടിയർമാരായിട്ട് ത്യാഗഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. ആരെയും നിയന്ത്രിക്കാനില്ല. ന രാജ്യം ന രാജാസി ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. സ്വന്തം ഹിന്ദു ധർമ്മത്തെ ഉജ്ജ്വലമാക്കാനുള്ള ആ ചൈതന്യത്തിന്റെ ചൈതന്യം എടുത്തുകൊണ്ട് ഒരു ഭാഗവത സത്രം, തറക്കേടില്ലാത്ത ആഡംബരങ്ങളൊക്കെ ഉണ്ട്, ആ ആഡംബരങ്ങളെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ദ്വാപരയുഗത്തിൽ എഴുതിയ ഭാഗവതം, ത്രേതായുഗത്തിൽ എഴുതിയ എന്റെ വിഷയം രാമായണം, അതെല്ലാം മുമ്പിൽ വെച്ചപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞത്, ഈ ജീവിതത്തെ എങ്ങനെയാണ് ശ്രീരാമന്റെ കൂടെ ഉണ്ടായിരുന്ന 20 പേരും മാനേജ് ചെയ്തത്, അതാണ് പഠിക്കേണ്ടത്. ഭക്തിയുടെ അതിപ്രസരത്തിലൂടെ ഈശ്വരൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊള്ളുമെന്ന ധാരണ, എനിക്ക് വേണ്ടി ഈശ്വരൻ ഹോൾസെയിലായിട്ട് എന്റെ പാപം എടുത്തുകൊള്ളുമെന്ന ധാരണ, അതെല്ലാം മാറ്റിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ ഭഗവത്ഗീതയില് അർജുനനോട് മാമനുസ്മര യുദ്ധ്യച, എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞത്, അതേപോലെ അവിടെ കൂടിയിരുന്ന 10,000-കണക്കിന് ഹിന്ദുക്കളോട് പറഞ്ഞത്, ഈശ്വരനെ സാക്ഷി നിർത്തി ഈശ്വരനെ മനസ്സിൽ നിറച്ച്
നീ നിന്റെ കർത്തവ്യം ചെയ്യുക. നീ നിന്റെ കർത്തവ്യം ചെയ്യാനാണ് ഈശ്വരനെ മനസ്സിൽ നിറയ്ക്കേണ്ടത്. ആ സന്ദേശം വളരെ നന്നായിട്ട് അവിടുത്തെ ജനത എടുത്തു. ഗോപാലകൃഷ്ണൻ എന്ന ഒരു സാധാരണക്കാരനായ എനിക്ക് പ്രതീക്ഷിക്കാവുന്നതിൻ്റെ 100 ഇരട്ടി സ്നേഹവും ബഹുമാനവും ചൊരിഞ്ഞ ഒരു സദസ്സിൽ നിന്നുണ്ടായ അനുഭവം ഇന്ന് രാവിലെ 3:30 മണിക്ക് തിരുവനന്തപുരത്തെത്തി കഷ്ടിച്ച് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങി കുളി കഴിഞ്ഞ് എൻ്റെ പതിവുള്ള ഋഗ്വേദ വായന കഴിഞ്ഞ് നേരെ നിങ്ങളുടെ മുമ്പിൽ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇരുന്ന് ആ ഇന്നലെ വൈകുന്നേരം ആ അമ്പലത്തില് ഭാഗവത സപ്താഹം ഭാഗവത സത്രം നടക്കുമ്പോൾ എനിക്ക് ലഭിച്ച ആ ഉജ്ജ്വലമായ ചൈതന്യത്തിന്റെ സന്ദേശം നിങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കുമ്പോൾ ലഭിക്കുന്ന ആ ആനന്ദം, ആത്മസംതൃപ്തി, ആത്മാഭിമാനം, ഹൈന്ദവ ബോധ തിരിച്ചു വരുന്നതിൻ്റെ ആ മഹാലക്ഷണം, ആ ഭാരത ജനത ആത്മാഭിമാനത്തോടുകൂടി ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച അതിരാവിലെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആ ആത്മസംതൃപ്തി നഷ്ടപ്പെടരുത് എന്ന ഒറ്റ കാരണത്താലാണ് ഇന്നലത്തെ ആ പ്രഭാഷണത്തിൽ എൻ്റെ ശബ്ദം കുറെയെല്ലാം പരിവരുത്തതായി, സൗണ്ട് വളരെ കൂടുതൽ എടുത്തതുകൊണ്ട് ശബ്ദത്തിന്റെ ക്ലാരിറ്റി പോലും പോയി എങ്കിലും അത് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളൊരു സന്തോഷം അത് അവാച്യമാണ്, ചിന്താതീതമാണ്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഭാഗവത സത്രം നടത്താൻ, 32ാമത്തെ ഭാഗവത സത്രം നടത്താൻ ഭാഗ്യം കിട്ടിയ ഒരു ജനത, അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനത, അത് സംഘടിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ക്ഷേത്രം, അത് അത്യന്താധുനികമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയ്ക്കകത്ത് ആത്മീയതയുടെ ചൈതന്യം വീണ്ടും നിറഞ്ഞു തുളുമ്പുന്നു എന്ന് കാണാൻ സാധിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അഭിമാനത്തോടുകൂടി നാടിന്റെ പൈതൃകം പഠിക്കുക. പുരാണങ്ങളായാലും മഹാഭാരതം എന്ന ഇതിഹാസമായാലും വാൽമീകി രാമായണം എന്ന ആദികാവ്യമായാലും വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും സാധിക്കുന്നിടത്തോളം പഠിക്കുക. ഈ തിരക്കുള്ള ജീവിതത്തില് ആ തിരക്കിന്റെ ടെൻഷൻ ഇല്ലാതെയാക്കാൻ അതിഗംഭീരമായിട്ടുള്ള ചൈതന്യം ഉള്ളിൽ നിന്ന് വരുത്താൻ ഈ ഗ്രന്ഥങ്ങള്, അതേപോലെ മാനസികമായി നന്മ തരുന്ന ആചാരങ്ങള്, ശാരീരികമായിട്ട് ആരോഗ്യം തരുന്ന ആചാരങ്ങള്, കുടുംബ ബന്ധത്തെ ദൃഢമാക്കുന്ന ആചാരങ്ങള്, സനാതന ധർമ്മത്തെ ചൈതന്യവത്താക്കുന്ന ആചാരങ്ങള്, നമ്മുടെ സമൂഹത്തിന് നന്മ വരുന്ന ആചാരങ്ങള്, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന് കാരണമാകുന്ന ആചാരങ്ങള്, അതും അറിഞ്ഞുകൊണ്ട് ആധുനിക ലോകത്തിലെ എല്ലാ നന്മകളും നിലനിർത്തിക്കൊണ്ട് പുരാതന ലോകത്തിലെ നന്മകളും കൂടി അതിനകത്ത് ചേർത്ത് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചാൽ ഭാരതം ലോകത്തിന്റെ ആത്മീയ ഗുരുവായി മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ലെന്ന് മാത്രമല്ല, ഭാരതം ഇന്ന് തന്നെ ലോകത്തിന്റെ ആത്മീയ ഗുരുവിന്റെ സ്ഥാനത്തേക്ക് ശാസ്ത്രീയമായും സാങ്കേതികമായും ആത്മീയമായും പൈതൃകമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായിട്ടും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തില് ആധുനികമായ എല്ലാം നിലനിർത്തിക്കൊണ്ട് പൈതൃകമായ നന്മകളെല്ലാം ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ വിധത്തിൽ ചേർത്ത് നമുക്ക് ധന്യമായൊരു ജീവിതം നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ സമൂഹത്തിലും നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.